എല്ലാവർക്കും നമസ്കാരം. അതുപോലെ ട്രാൻസാക്ഷൻ അനാലിസിസുമായി ബന്ധപ്പെട്ട് സാധാരണക്കാരൻ്റെ മനഃശാസ്ത്രത്തിൻ്റെ 10ാമത്തെ സെഷനാണിന്ന്. ഇതിനു മുമ്പ് നമ്മൾ ഈഗോ സ്റ്റേറ്റുകളെ കുറിച്ചൊക്കെ കാര്യമായ ഒരു പഠനങ്ങളൊക്കെ നടത്തിയിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഈഗോ സ്റ്റേറ്റുകളിൽ ഉൾക്കൊള്ളുന്ന എനർജിയെ കുറിച്ചാണ്. നമ്മളിങ്ങനെ പറയുമ്പോൾ മാനസിക ഊർജം അല്ലെങ്കിൽ കത്താസിസ് എന്ന് പറയുന്ന ഒരു തരത്തെക്കുറിച്ചാണ്. എല്ലാ ഈഗോ സ്റ്റേറ്റും എന്തുകൊണ്ട് ഈ ഈഗോ സ്റ്റേറ്റുകളായിട്ട് വ്യത്യസ്തമായി പെരുമാറുന്നു എന്ന് ചോദിച്ചാൽ ട്രാൻസാക്ഷൻ അനാലിസിസ് നൽകുന്ന ഒരു പഠന തലമാണ് ഈ പറയുന്ന മെന്റൽ എനർജി അല്ലെങ്കിൽ ഈഗോ സ്റ്റേറ്റിന്റെ എനർജി, കത്താസിസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ചിന്തകൾക്കും പെരുമാറ്റങ്ങൾക്കും അതുപോലെ വികാരങ്ങൾക്കും എല്ലാം ഈ തരത്തിലുള്ള ഒരു എനർജി ട്രാൻസ്ഫർമേഷൻ ഉണ്ട്. ഈ എനർജിയാണ് സത്യത്തിൽ ഈഗോ സ്റ്റേറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ആന്തരികമായിട്ടുള്ള ഒരു തലത്തെക്കുറിച്ചാണ് ഇന്ന് തീർച്ചയായിട്ടും വരുന്നത്. ദറ്റ് ഈസ് സൈക്കിക് എനർജി ഫ്ലോ. സോ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇന്നത്തെ ക്ലാസ് നയിക്കുന്നത് നമുക്ക് ഏറ്റവും പ്രിയങ്കരനായ ട്രാൻസാക്ഷൻ അനലിസ്റ്റ് ഡോക്ടർ KT ജോഷി സാറാണ്. സാറ് ഇൻഷുറൻസ് മേഖലയിലാണ്, പക്ഷേ ഇപ്പോൾ സൈക്കോളജി തലത്തിൽ വളരെ കൃത്യമായ പഠനങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നു. പ്രത്യേകിച്ച് ട്രാൻസാക്ഷൻ അനാലിസിനെ വളരെ ആഴത്തിൽ പഠിക്കുന്ന രീതിയിൽ, പ്രത്യേകിച്ച് BTA ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും സാറിൻ്റെ വാക്കുകളിലൂടെ ഈ വിഷയത്തെ കൂടുതൽ ഗ്രഹിക്കാൻ നമുക്ക് സാധിക്കും. നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ജോഷി സാർ, യു ആർ വെൽക്കം. ഗുഡ് ഈവനിങ് ഓൾ ഓഫ് യു. താങ്ക് യു സാബു സർ. എനിക്ക് ഇങ്ങനെ ഒരു ചാൻസ് ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് തരുന്നുണ്ട്, അതിന് വളരെ സന്തോഷമുണ്ട്. ഇപ്പം കുറച്ച് ബിസി ആയിരുന്നുകൊണ്ടാണ് ചിലപ്പോഴൊക്കെ അത് ചെയ്യാൻ സാധിക്കുക. എന്നോട് സാബു സാർ ആദ്യം പറഞ്ഞത് ഈഗോ ഡയഗ്നോസിസ് ഒരു ക്ലാസ് എടുക്കാനാണ് പറഞ്ഞത്. അപ്പൊ ഡയഗ്നോസിസ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മുടെ എനർജി ഫ്ലോ നമ്മൾ അറിയണം. കാരണം എനർജി ഫ്ലോയിലാണ് നമ്മളുടെ ഓരോ ഈഗോ സ്റ്റേറ്റുകൾ, ഏത് ഈഗോ സ്റ്റേറ്റിലേക്കാണ് ഈ എനർജി ഫ്ലോ ചെയ്യുന്നത്, ഇതൊക്കെ അറിയണമെങ്കിൽ ഈ ബേസിക് അറിഞ്ഞാലേ അത് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഈ ക്ലാസ്സിലേക്ക് എടുക്കാമെന്ന് ഞാൻ ഇന്ന് സമ്മതിച്ചത്. അതുപോലെ എന്നെ കേട്ടിരിക്കാനായിട്ട് ഇവിടെ വന്നു ചേർന്നിട്ടുള്ള എല്ലാവരോടും അവരാദ്യമായിട്ട് വെൽക്കം ചെയ്യുന്നു. അതുപോലെ അവരോട് നന്ദി ഞാൻ പറയുകയാണ്. കാരണം നിങ്ങളുടെ വിലപ്പെട്ട സമയം മാറ്റി വെച്ചുകൊണ്ടാണ് നിങ്ങൾ അതൊക്കെ ചെയ്യുന്നത്. അങ്ങനെ നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ കാണുമ്പോൾ എനിക്കും ഈ പറഞ്ഞ പോലെ ഒരു മോട്ടിവേഷൻ, ഒരു എനർജി, ഒരു സൈക്കിക് എനർജി എനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരും. അത് നിങ്ങൾക്ക് അറിയാമല്ലോ, അതാണ് മോട്ടിവേഷൻ. അപ്പം ഇന്ന് എൻ്റെ ക്ലാസ് സാറ് പറഞ്ഞ പോലെ സൈക്കിക് എനർജി എന്നുള്ള ആ വിഷയത്തെ പറ്റിയാണ്. സൈക്കിക് എനർജി എറിക് ബേണിന്റെ സംഭാവനയാണ്. അല്ല, സൈക്കിക് എനർജി മുമ്പും സിഗ്മണ്ട് ഫ്രോയിഡ് കൊണ്ടുവന്നിട്ടുള്ള കോൺസെപ്റ്റ് തന്നെയാണ്. പക്ഷെ അതിൽ ഡെവലപ്പ് ചെയ്തിട്ട് കെറ്റാക്സിസ് എന്ന് പറഞ്ഞിട്ടൊരു പേരിൽ വിളിച്ചിട്ട് അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നത് എറിക് ബേൺ ആണ്. അപ്പൊ എറിക് ബേണിനെ പറ്റി പറയുമ്പോഴേ എനിക്ക് തോന്നുന്ന പലർക്കും അറിയാം എറിക് ബേണിനെ പറ്റിയിട്ട്. എറിക് ബേൺ വളരെ വിഖ്യാതനായിട്ടുള്ള ഒരു സൈക്കാട്രിസ്റ്റും സൈക്കോളജിസ്റ്റുമാണ് അദ്ദേഹം. 1910 ജനിച്ച് 1970 മരിച്ചിട്ടുള്ള വ്യക്തിത്വം. എന്ന് പറഞ്ഞാൽ 60 വയസ്സ് വരെ അദ്ദേഹം ജീവിച്ചിട്ടുള്ളൂ. നല്ല പീക്കിലിരിക്കുന്ന സമയത്താണ് അദ്ദേഹം മരിച്ചു പോകുന്നത്. അദ്ദേഹം 1950 ഉണ്ടാക്കിയ ഒരു തിയറിയാണ് ട്രാൻസാക്ഷൻ അനാലിസിസ്. ട്രാൻസാക്ഷൻ അനാലിസിസ് 50 മുമ്പ് അദ്ദേഹം കുറെ ആർട്ടിക്കിൾസ് ഒക്കെ എഴുതിയിട്ടുണ്ട്, ഇൻറ്റ്യൂഷനെ പറ്റി എഴുതിയിട്ടുണ്ട്, പല ആർട്ടിക്കിളുകളും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ട് ബുക്കായിട്ട് വരുന്നത് നമ്മളുടെ ഇതാണ്, അതായത് TA ഇൻ സൈക്കോതെറാപ്പി, ട്രാൻസാക്ഷൻ അനാലിസിസ് ഇൻ സൈക്കോതെറാപ്പി. 1961 നമ്മുടെ ബേസിക് ട്രാൻസാക്ഷൻ അനാലിസിസിന്റെ എല്ലാ ഭാഗങ്ങളും കവർ ചെയ്തിട്ടുള്ള ഒരു സംഗതിയാണത്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം എഴുതിയത് 1964 ദ ഗെയിംസ് പീപ്പിൾ പ്ലേ. അതിന്റെ ക്ലാസ് ഒക്കെ ഇവിടെ ഒരുപാട് നടന്നിട്ടുണ്ട്. അത് വളരെ ഗംഭീരമായിട്ടുള്ള ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബെസ്റ്റ് സെല്ലർ ആയിരുന്നു. നമ്മളിപ്പോ ഈ വായിക്കുന്ന ബെസ്റ്റ് സെല്ലർ ബുക്കുകൾ പോലെ ഒരു കാലത്ത് ലക്ഷങ്ങൾ കോപ്പികൾ വിറ്റുപോയിട്ടുള്ള ബെസ്റ്റ് സെല്ലർ ആയിരുന്നു. ഒരു മനഃശാസ്ത്രത്തിന്റെ എഴുത്തുകളൊന്നും അത്ര എളുപ്പത്തിൽ ബെസ്റ്റ് സെല്ലറായിട്ട് പോകാൻ സാധിക്കില്ല. പക്ഷെ അത് നമ്മുടെ പ്രാവർത്തികമായിട്ടുള്ള ജീവിതത്തിൽ ഒരുപാട് അപ്ലിക്കേഷൻ ഉള്ളതുകൊണ്ടാണ് അതങ്ങനെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് സാധാരണക്കാരന്റെ മനഃശാസ്ത്രം എന്ന് ഇതിനെ വിളിക്കുന്നത്. നമുക്ക് കുറെ കൂടി മനസ്സിലാക്കാൻ വളരെ എളുപ്പമുള്ള ഒരു സംഗതിയാണിത്. അതുപോലെ മൂന്നാമത്തെ ബുക്കാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഗ്രൂപ്പ് ട്രീറ്റ്മെന്റ്. അത് സൈക്കോതെറാപ്പി, അങ്ങനെയുള്ള കൗൺസിലിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള ഒരു ബുക്കാണത്. പിന്നെ വരുന്നതാണ് വാട്ട് ഡു യു സേ ആഫ്റ്റർ യു സേ ഹലോ. 1972 പബ്ലിഷ് ചെയ്തതാണ്. അദ്ദേഹം മരിച്ച ശേഷം അദ്ദേഹത്തിന്റെ ശിഷ്യന്മാര് പബ്ലിഷ് ചെയ്ത ബുക്കാണ് വാട്ട് ഡു യു സേ ആഫ്റ്റർ യു സേ ഹലോ. ഇത് സ്ക്രിപ്റ്റിനെ പറ്റിയിട്ട് പ്രതിപാദിക്കുന്ന ഒരു ബുക്കാണ്. ബേസിക് ബുക്ക് ഓഫ് സ്ക്രിപ്റ്റ്.
ഇത് വായിച്ചാൽ തന്നെ സ്ക്രിപ്റ്റ് എന്താണ്, സ്ക്രിപ്റ്റ് അനാലിസിസ് എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. വളരെ ഗംഭീരമായിട്ടുള്ള ബുക്കാണത്, വലിയ തടിച്ച ഒരു ബുക്കാണത്. അപ്പൊ ഇതാണ് അദ്ദേഹത്തെ ബുക്കുകൾ. നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്നത് കത്താക്സിസിനെ പറ്റിയാണ്. ഞാൻ എപ്പോഴും കത്താക്സിസ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്ന എനിക്കറിയാം. അതൊരു സൈക്കിക് എനർജിയാണ് എന്ന് പറഞ്ഞൊരു മെന്റൽ എനർജി, അത്ര കണക്കാക്കിയാൽ മതി, സൈക്കിക് എനർജി. അപ്പൊ അത് നിങ്ങൾ ചോദിക്കും ഇതെന്താണ് ഈ സാധനം എന്നുള്ളത്. നമുക്ക് ഒരു ബാറ്ററിയെ പറ്റി നമ്മൾ ചിന്തിക്കുക, വെറുതെ ഒരു ബാറ്ററിയെ പറ്റി ചിന്തിക്കുക. അപ്പൊ അതിൽ കുറെ ഡിവൈസുകൾ കണക്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ. എന്ന് പറഞ്ഞാൽ അതിൽ ഒരു ഫാൻ കണക്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ വേറെ ഒരു ടെലിവിഷൻ കണക്ട് ചെയ്തിട്ടുണ്ട്, ഒക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്. ബാറ്ററിയുടെ പവർ പോയാൽ എന്ത് സംഭവിക്കും? ആർക്കെങ്കിലും പറയാമോ? ഒന്ന് ഒരു ഇന്ററാക്റ്റീവ് ആക്കാൻ വേണ്ടി പറയുന്നതാണ്. എല്ലാം എല്ലാം പോകും. എല്ലാം പോവും, എല്ലാം പോകും. അത് തന്നെയാണ് ഇവിടെ. ഈ ബാറ്ററി, ഈ സൈക്കിക് എനർജി ഇല്ലെങ്കിൽ, ഫ്ലോ ഇല്ലെങ്കിൽ കാര്യങ്ങൾ ഒന്നും നടക്കുകയില്ല. അപ്പൊ നമ്മുടെ ഓരോ ആക്ടിവിറ്റീസ്, തിങ്കിങ്, ഫീലിംഗ്, മോട്ടിവേഷൻ, ബിഹേവിയർ, ഇതെല്ലാം വരുന്നത് ഈ സൈക്കിക് എനർജിയിലാണ്. അപ്പൊ എവിടെയാണ് ഒരു ബേസിക് ആയിട്ടുള്ള ചോദ്യം, എല്ലാവരും ചോദിക്കാൻ പോകുന്ന ഒരു ചോദ്യമാണ്, എവിടെയാണ് ഈ സൈക്കിക് എനർജി ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്? അത് നിങ്ങളുടെ ബ്രെയിനിലാണോ, ബോഡിയിലാണോ, അതോ നിങ്ങളുടെ ഹാർട്ടിലാണോ? അങ്ങനെ പലരും പറയില്ല, നമ്മുടെ മൈൻഡിന്റെ ഒരു ഭാഗമായതുകൊണ്ട് ചിലർ പറയും മൈൻഡ് ഹാർട്ടിലാണ്, മൈൻഡ് ബ്രെയിനിലാണെന്നൊക്കെ പറയും. അങ്ങനെയൊന്നുമല്ല. ഇത് ഒരു കോൺസെപ്റ്റാണ്, നമ്മുടെ ബോഡിയിലുള്ള ഒരു എനർജി എന്ന് മാത്രം കണക്കാക്കിയാൽ മതി. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ എനർജി സാബു സാർ പറഞ്ഞ പോലെ അത് നമ്മളുടെ ഈഗോ സ്റ്റേറ്റുകളിലേക്ക് ഫ്ലോ ചെയ്യുന്ന ഒരു എനർജിയാണ്. ഈഗോ സ്റ്റേറ്റുകളിലേക്ക് ഫ്ലോ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് നമ്മളുടെ എന്തിനെ ബേസ് ചെയ്തിട്ട് ആരെങ്കിലും പറയാമോ? ഈഗോ സ്റ്റേറ്റുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ എന്താണത്? ക്ലാസ്സുകൾ എടുത്ത് കാണണം. അത് നിങ്ങൾ പഠിച്ചു കാണും. സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി, ഫങ്ഷൻസ് ഓഫ് പേഴ്സണാലിറ്റി ഒക്കെ ഉണ്ടല്ലോ. അതിൽ സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റിയിൽ 3 സംഗതികളുണ്ട്, 3 ഈഗോ സ്റ്റേറ്റുകളുണ്ട്. ആരെങ്കിലും ഒന്ന് പറയണം, എന്നാലാണ് ഞാനങ്ങനെ, അല്ലെങ്കിൽ അത് നമ്മൾ ഉറങ്ങിപ്പോകും. നമ്മൾ ഇത് പഠിക്കുമ്പോൾ ഒരു ക്ലാസ്സിലെ ആളുകൾ എന്തുകൊണ്ട് ഉറങ്ങിപ്പോകുന്നു എന്നൊക്കെ ഉള്ള ഒരു ചിന്തകൾ വരുന്നുണ്ടല്ലോ, അത് ഇതിൽ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എന്താണ് ആ 3 ഈഗോ സ്റ്റേറ്റ്, അതെന്താണ് അതിലുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആരെങ്കിലും ഒന്ന് പറയണം. അതിലുള്ളത് എന്താണ്, വാട്ട് ഇറ്റ് കണ്ടെയ്ൻസ്, അത് തമ്മിൽ കണ്ടെയ്ൻ ചെയ്യുന്നതാണ് സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റിയിലുള്ളത്, ഈ 3 ഈഗോ സ്റ്റേറ്റിലുള്ളത്. അപ്പൊ ഇത് 3 പറഞ്ഞു, അത് ഏതാന്ന് പറഞ്ഞില്ല, ആരും ഒന്നും പറഞ്ഞില്ല. വളരെ ബേസിക് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ചൈൽഡ് ഈഗോ, അഡൽട്ട് ഈഗോ, പാരന്റ് ഈഗോ. ആ, ചൈൽഡ്, അഡൽട്ട്, പാരന്റ്. നേരത്തെ മറിച്ചും പറയും, പടം എഴുതുമ്പോൾ നേരെ മറിച്ചാണ്. അപ്പൊ ഇത് 3 ഇതാണ് നമ്മുടെ സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി. ഈ സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റിയിലേക്ക് പാരന്റിൽ എന്താണെന്നൊന്ന് വെറുതെ ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. പാരന്റിൽ എന്താണ്, വാട്ട് ഇറ്റ് കണ്ടെയ്ൻസ്? പാരന്റൽ ജഡ്ജ്മെന്റൽ ആയിട്ടുള്ള പാരന്റൽ ഫിഗേഴ്സിൽ നിന്ന് കിട്ടിയ ഇൻസ്ട്രക്ഷൻസിന്റെ ഒരു പാറ്റേൺ ആയിരുന്നു. അതെ, എക്സലന്റ് സർ. സാർ അതിന്റെ മാസ്റ്ററാണ്. അപ്പോൾ ഇവിടെ എനിക്കൊന്ന് വിജയകുമാരൻ സാറുണ്ട്, അദ്ദേഹത്തിന്റെ മാസ്റ്ററാണ്. അപ്പോൾ സാധാരണ ഒരുവിധം കഴിഞ്ഞ ക്ലാസ്സിലേക്കൊന്നും ഒരു ക്ലാസ്സുകളിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് അറ്റൻഡ് ചെയ്ത് പുതിയതായിട്ട് വന്നിട്ടുള്ള ആളുകൾക്ക് പറയുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും എനിക്ക് തോന്നുന്നു. എല്ലാം സാബു സാറിനെ കൊണ്ട് പറയിപ്പിക്കാൻ നോക്കാം. അവസാനം സാബു സാറിന് പറയും ഉത്തരം, അത് വേറെ കാര്യം. ഓക്കെ, അപ്പൊ ഇതാണ് ഈ 3 സാധനം. അപ്പൊ അഡൽട്ടിൽ എന്താണ് ഉള്ളത് ഒന്ന് പറയാവോ? അഡൽട്ടിൽ പക്വഭാവം. പക്വഭാവം എന്ന് പറഞ്ഞാല് എന്തായിരിക്കും അത്? വാട്ട് ഇറ്റ് കണ്ടെയ്ൻസ്? പക്വഭാവമാണോ? മനസ്സിലായി? നമ്മൾ ഇപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷനുമായിട്ട് പൊരുത്തപ്പെട്ടുകൊണ്ട് ഉണ്ടാകുന്ന തീരുമാനങ്ങൾ അല്ലെങ്കിൽ ചിന്തകൾ. പൊരുത്തപ്പെട്ട്, ഓക്കെ, അതൊരു അതിന്റെ ഒരു വളരെ വേഗമായിട്ടുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഹിയർ ആൻഡ് നൗവില്, പ്രസന്റ് മൊമെന്റില് നമ്മൾ ഇരുന്ന് ഡാറ്റ അനാലിസിസോ കാൽക്കുലേഷൻസോ ആ ഒരു ഭാഗമാണ് അതിൽ വരുന്നത്. അപ്പൊ അവിടെ നമ്മൾ ഹിയർ ആൻഡ് നൗവിലായിരിക്കും. അതുപോലെ നമ്മൾ ജഡ്ജ്മെന്റിൽ അങ്ങനെ ഒന്നും ആവില്ല, വളരെ റിയലിസ്റ്റിക് ആയിരിക്കും, നമ്മൾ പ്രസന്റ് മൊമെന്റിലായിരിക്കും. അതൊക്കെയാണ് അതിന്റെ കണ്ടന്റ്സ്. അത് ചൈൽഡിൽ എന്തായിരിക്കും? ചൈൽഡിൽ എന്താണ് വരിക? കുട്ടിക്കാലത്ത് നമ്മളെ പഠിപ്പിച്ച് തന്ന, നമ്മളെ കണ്ട് ആ പ്രായത്തിൽ മനസ്സിലാക്കിയെടുത്തതിന്റെ ഒരു റിഫ്ലക്ഷൻ, റെസ്പോൺസ്. അതല്ല അത് പാരന്റിലുള്ളതാണ് പഠിപ്പിച്ചതെന്നൊക്കെ. തോട്ട് എന്നൊക്കെ പറയുന്നത് ഇതിൽ വരുന്നത് എക്സ്പീരിയൻസുകളാണ്. ഒരു ചൈൽഡ്ഹുഡിൽ നമുക്കുണ്ടായിട്ടുള്ള എക്സ്പീരിയൻസുകൾ, ഫീലിങ്ങുകൾ, ഇമോഷൻസ്, അതൊക്കെ അടങ്ങിയിട്ടുള്ള സംഗതിയാണ് ഇത്. അതാണ് അവിടെ നിന്നാണ് ചൈൽഡിന്റെ കണ്ടന്റ്സ് എന്ന് പറയുന്നത്. മറ്റെന്ന് പറഞ്ഞാൽ നമ്മൾ പാരന്റിന്റെ ഇതിൽ നിന്ന് നമ്മൾ പഠിച്ച് വന്നിട്ടുള്ള കാര്യങ്ങളാണ് അത്. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി എക്സ്പീരിയൻസിൽ നിന്ന് വരുന്നതാണ്, ഫീലിംഗിൽ നിന്ന് വരുന്നതാണ്, ഇമോഷൻസ് വരുന്നതാണ് ഇത് 3.
അപ്പൊ അതാണ് 3 വരുന്നത്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഒരാൾ ഒരു സമയത്ത് ഒരു ഈഗോ സ്റ്റേറ്റിലായിരിക്കും എന്നാണ് നമ്മുടെ ബേസിക് സ്റ്റഡീസിൽ. നമ്മുടെ TA പഠിക്കുമ്പോൾ പഠിക്കുന്നത് ഒരാൾ ബേസിക് ആയിട്ട് ഒരു ഈഗോ സ്റ്റേറ്റിലായിരിക്കും എന്നുള്ളതാണ്. ചില ദേഷ്യം വരുമ്പോൾ ദേഷ്യം, സ്നേഹം വരുമ്പോൾ സ്നേഹം, അല്ലെങ്കിൽ മറ്റേ ചൈൽഡ് ആയിരിക്കും ചൈൽഡ്, അങ്ങനെയാണ്. ഈവൻ എനിക്ക് തോന്നുന്നു ഇത് ഈഗോ സൂപ്പർ ഈഗോയിലും ഈ കോൺസ്റ്റന്റ് ഇതാണ് വരുന്നത്. പക്ഷെ എറിക് ബേൺ പറയുന്നത് ഒരാൾ ഒരു സമയത്ത് ഒരു ഈഗോ സ്റ്റേറ്റിൽ മാത്രമായിരിക്കില്ല എന്നുള്ള ഒരു തിയറിയാണ്. അവിടെയാണ് നമ്മൾ ആ ക്ലാസിന്റെ എക്സാമ്പിളൊക്കെ ഞാൻ പറഞ്ഞത്. അങ്ങനെ വരുമ്പോൾ നമ്മളുടെ 3 ഈഗോ സ്റ്റേറ്റിനെ പറ്റി നമ്മൾ പറഞ്ഞു. അപ്പോ ഈ സൈക്കിക് എനർജി ഇപ്പോൾ ഒരു പാരന്റിന്റെ കണ്ടൻസ് പറഞ്ഞു അതിലേക്കാണ് ഫ്ലോ ചെയ്യുന്നെങ്കിൽ അവിടെ പാരന്റ് ആയിരിക്കും പ്രോമിനന്റ്. അതുപോലെ ഒരു നേരത്തെ പറഞ്ഞ കണ്ടന്റ് അഡൾട്ടിന്റെ കണ്ടന്റ് ആണ് അവിടെ വരുന്നെങ്കിൽ നമ്മുടെ സൈക്കിക് എനർജി ഫ്ലോ ചെയ്യുന്ന അവിടേക്കാണ്. അത് ഓട്ടോമാറ്റിക് മനസ്സിലാകും. അതുപോലെ ചൈൽഡിലേക്ക് ഇതുപോലെ വരുമ്പോൾ ചൈൽഡ് ആയിട്ടാണ് വരുന്നത്. ഇപ്പോ അതിനൊരു ഉദാഹരണം ആർക്കെങ്കിലും പറയാവോ? അതായത് പാരന്റിന്റെ കണ്ടൻസ് വരുമ്പോൾ പാരന്റ് കൂടുതലായിട്ട് ആക്റ്റീവ് ആകുന്നു, അഡൾട്ടിന്റെ കണ്ടൻസ് ആക്റ്റീവ് ആകുന്നത് അഡൾട്ട്സിന്റെ കണ്ടന്റ് കൂടുതൽ വരുമ്പോൾ, അതുപോലെ ചൈൽഡിന്റെ അതുപോലെ തന്നെ. ഒരു എക്സാമ്പിൾ ആർക്കെങ്കിലും ഒന്ന് പറയാമോ? ജസ്റ്റ് ലൈക്ക് ഞാൻ വെറുതെ ഒന്ന് പറയാം. അതായത് ഒരു വീട്ടില് 3 റൂമുകളുണ്ട്. ഈ 3 റൂമുകളിലേക്കും ഇലക്ട്രിക് ബൾബുകൾ കത്തുന്നുണ്ടെന്നിരിക്കുക. പക്ഷെ ഇത് ഓരോ റൂമിലും എനർജി ഒരു റൂമിൽ കൂടുകയാണെങ്കിൽ ആ റൂമിൽ കൂടുതൽ ഫ്ലോ വരും. രണ്ടാമത്തെ റൂമിലേക്ക് ഫ്ലോ വരും, രണ്ടാമത്തെ അവിടെ ലൈറ്റ് കൂടുതലുണ്ടാവും. അപ്പൊ നമ്മൾ ഈ ഇലൂമിനേഷൻ എന്നൊക്കെ പറഞ്ഞില്ലേ ചർച്ചുകളിലും ടെമ്പിളുകളിലൊക്കെ, അതൊക്കെ ഒന്ന് ഡിം ആകും, ബ്രൈറ്റ് ആകും. അപ്പൊ ഓരോന്നും ഫീഡ് ചെയ്യുന്നതനുസരിച്ചാണ് അത് ഡിം ആകുന്നതും ബ്രൈറ്റ് ആകുന്നതും. അങ്ങനെ ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ എനർജി ഫ്ലോ ചെയ്യുന്നതനുസരിച്ചാണ് ഓരോ ഭാവങ്ങളും ബ്രൈറ്റ് ആകുന്നത്, ആക്റ്റീവ് ആകുന്നത്. അതാണ് അതിനൊരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ മനസ്സിൽ കണ്ടത്. പക്ഷേ ഈ സൈക്കിക് എനർജി എല്ലാ ഭാവങ്ങളിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കണം. കോൺസ്റ്റന്റ് ആയിട്ടുള്ള സൈക്കിക് എനർജി ആയാൽ അതിൽ പ്രോബ്ലം ഉണ്ട്. എല്ലാത്തിലേക്ക് ഇപ്പൊ അഡൽട്ടിലേക്ക് വരേണ്ട സമയത്ത് അഡൽട്ടിലേക്ക് നമ്മൾ വരാൻ പറ്റണം. ഒരു ഓഫീസിനകത്ത് നമുക്കൊരാളെ ശകാരിക്കണം, അല്ലെങ്കിൽ ഒരാളെ വർക്ക് ചെയ്യുന്നില്ല, അവനെ ഒന്ന് നമ്മൾ ഒരു അസർട്ടീവായിട്ട് അവനോട് പെരുമാറണം, കുറച്ചുകൂടി ബോൾഡായിട്ട് അവനോട് സതി ചെയ്യണം. അവിടെ അവന്റെ ഭാവം ചൈൽഡ് ആണെങ്കിൽ അവന് ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ആ സമയത്ത് നമ്മൾ അഡൽട്ടിലായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ പാരന്റായിട്ട് വർക്ക് ഇതിലേക്ക് കണ്ടന്റ്സിലേക്ക് വന്നാലാണ് നമുക്ക് ആ കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, നമ്മുടെ അഡൽട്ട് നമ്മളിൽ ഉണ്ടായിരിക്കണം. ആ അഡൽട്ടിൽ നിന്നുകൊണ്ടായിരിക്കണം നമ്മൾ ആ പാരന്റിന്റെ കണ്ടന്റ്സിലേക്ക് പോകേണ്ടത്. അത്രയേ ഉള്ളൂ. അതുപോലെ നമുക്ക് ചില സമയത്ത് ചൈൽഡ് ആകേണ്ടതായിട്ട് വരും. ചൈൽഡ് ആകാൻ ഇപ്പൊ ഒരു പിക്നിക്കിന് പോകുന്ന കുട്ടികളൊക്കെ പിക്നിക്കിൽ പോകുന്ന സമയത്ത് നമ്മൾ അഡൽട്ടിൽ നിന്നുകൊണ്ട് നമ്മൾ ചൈൽഡ് ആകണം. ആ അഡൽട്ട് കണ്ടന്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ ചൈൽഡിലെ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്യാൻ കഴിയുന്ന ആളുകളാണ് പെർഫെക്റ്റ്ലി ഹെൽത്തി ആയിട്ടുള്ള മൈൻഡുള്ള ആളുകൾ. നേരെ മറിച്ച് ഫിക്സഡ് ആയിട്ടുള്ള മൈൻഡുള്ള, ഞാൻ നേരത്തെ പറഞ്ഞു, ചിലർ പറയും എന്നും പാരന്റ് ആണ് ആളുകളെ ഈ പറഞ്ഞ പോലെ ജഡ്ജ്മെന്റും അവനെ കമാൻഡ് ചെയ്യലും ഡിമാൻഡ് ചെയ്യലും ഏത് സമയം അത് മാത്രമല്ല നെഗറ്റീവായിട്ട് ചെയ്യുന്ന ഏത് സമയം അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവന് ഒരു കോൺസ്റ്റന്റ് പാരന്റ് ആയിരിക്കും. ഇപ്പൊ എക്സ്ക്ലൂഷൻ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ മുമ്പ് പഠിച്ചു കാണും അല്ലെ, എക്സ്ക്ലൂഷൻസ് ഒക്കെ പറഞ്ഞിട്ട് ഏതെങ്കിലും ഈഗോ സ്റ്റേറ്റ് ഇല്ലാതെ, അതായത് ഇപ്പൊ അഡൾട്ടും ഇല്ല ചൈൽഡും ഇല്ലാതെ പാരന്റ് മാത്രമായിട്ടുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാവും. അതുപോലെ കോൺസ്റ്റന്റ് ആയിട്ട് അഡൾട്ട് ആയാലും ബുദ്ധിമുട്ടുണ്ടാവും. കാരണം അവനൊരു ബോർണായിട്ട് മാറും. എന്ത് പറയുമ്പോഴും അവൻ ഇങ്ങനെ വിശകലനം സ്റ്റാറ്റിസ്റ്റിക്സും പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ അതുപോലെ ഏത് നേരം ചൈൽഡ് ആയാലും അത് പ്രോബ്ലമാണ്. കാരണം അവന് ഒരു കാര്യവും വളരെ അതോറിറ്റേറ്റീവ് ആയിട്ടോ ഒന്നും പറയാൻ പറ്റില്ല, അവൻ അസർട്ടീവായിട്ടോ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഏതാണ് കളിതാമശ മാത്രം. അപ്പൊ എല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കോൺസ്റ്റന്റ് ആയിട്ട് ഒന്നിലും നിൽക്കുന്ന ഒരു ഇത് ഹെൽത്തി അല്ല എന്നാണ് എറിക് ബേൺ പറയുന്നത്. ഇനി എറിക് ബേൺ കൊണ്ടുവരുന്ന ഒരു സംഗതിയുണ്ട്, ഒരു കോൺസെപ്റ്റ് ഉണ്ട്, എക്സിക്യൂട്ടീവ് സെൽഫ് ആൻഡ് റിയൽ സെൽഫ്. ഒരാൾക്ക് ഒരു എക്സിക്യൂട്ടീവ് സെൽഫ് ഉണ്ട്, ഒരു റിയൽ സെൽഫ് ഉണ്ട് എന്നാണ് അതേ എനർജി തിയറിയിൽ പറയുന്നത്. എക്സിക്യൂട്ടീവ് സെൽഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ എന്താണോ ഔട്ട്വേർഡ്ലി എക്സ്പ്രസ് ചെയ്യുന്നത്, അയാൾ എന്താണോ ഔട്ട്വേർഡ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്,
അതാണ് എക്സിക്യൂട്ടീവ് സെൽഫിൽ കാണുന്നത്. നേരെ മറിച്ച് നമ്മുടെ ഇന്നർ ഡയലോഗുകളുണ്ട്, ഇന്നർ കമ്മ്യൂണിക്കേഷൻ, ഇന്നർ എക്സ്പീരിയൻസ്, അതിലാണ് വരുന്നതാണ് നമ്മുടെ റിയൽ സെൽഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ എക്സിക്യൂട്ടീവ് സെൽഫ്, റിയൽ സെൽഫ്. ഇപ്പൊ എക്സിക്യൂട്ടീവ് സെൽഫിന് ഒരു ഒരു ഇത് പറയുകയാണെങ്കിൽ, നമ്മളിപ്പോ എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാണ്, പലരും ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോ നിങ്ങളെല്ലാവരും, ഞാൻ വിചാരിക്കുന്നത് നിങ്ങളെല്ലാവരും അഡൾട്ട് ഈഗോ സ്റ്റേറ്റിൽ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നു, ഇല്ലേ? നിങ്ങൾ അത് അനലൈസ് ചെയ്യുന്നു, മനസ്സിലാക്കുന്നു, ചോദ്യങ്ങൾ ചോദിക്കുന്നു, ഉത്തരങ്ങൾ പറയുന്നു. ഇതൊക്കെ അഡൾട്ട് ഇതിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ എക്സിക്യൂട്ടീവ് സെൽഫ് അപ്പോൾ അഡൾട്ടിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നേരെ മറിച്ച് കുറെ കഴിയുമ്പോൾ ഞാൻ വളരെ വിരസമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും, വളരെ ഒരു തമാശകളോ ഒരു ഇന്ററാക്ഷനോ ഇല്ലാതെ സംസാരിച്ചുകൊണ്ടിരിക്കും. എന്താ ഫീൽ ചെയ്യുക? നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുക? ഭയങ്കര ബോറിംഗ് ആവും. ബോറിംഗ് ആവും, വളരെ ബോറിംഗ് ആവും. അപ്പോ അവിടെ നമ്മൾ എന്താ വിചാരിക്കുക? ഓ, ഇതിലും ഭേദം ഒന്ന് പോയി ആ വേൾഡ് കപ്പ് പോയി കാണാമായിരുന്നു, അതിന്റെ റിവ്യൂ ഒന്ന് കാണാമായിരുന്നു എന്നല്ലേ നമ്മൾ വിചാരിക്കുള്ളൂ. എനിക്കൊന്ന് വിജയരാമൻ സാർ ഇപ്പൊ തന്നെ കോട്ടുമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറയാ ഓക്കെ 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 അപ്പൊ നമുക്ക് വല്ല കളി കാണാൻ പോകായിരുന്നൊക്കെ തോന്നും, അല്ലേ ചില ആളുകൾക്ക്. ആ സമയത്ത് നമ്മൾ എത്തിച്ചേരുന്നത് നമ്മളുടെ ചൈൽഡ് ഈഗോ സ്റ്റേറ്റിലായിരിക്കും. നമ്മൾ ചെറുപ്പത്തിലെ ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ കോളേജിൽ ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും, ഈ ക്ലാസ്സിൽ ഇരിക്കുന്ന ക്ലാസ് കട്ട് ചെയ്ത് ഒരു സിനിമയ്ക്ക് പോയാലോ, അത് പന്ത് കളിച്ചാലോ എന്നൊക്കെ നമ്മൾ ആലോചിക്കുന്ന അതേ സംഗതിയാണ്. അപ്പോ ആ അഡൾട്ടിൽ നിന്ന് മാറി ചൈൽഡിലേക്ക് വരിക ചെയ്യുന്നത്. അതാണ് നമ്മളുടെ ഇന്നർ ഡയലോഗും നമ്മുടെ ഇന്നർ ഫീലിങ്ങും ഇന്നർ എക്സ്പീരിയൻസും. അതാണ് റിയൽ സെൽഫ്. ആ റിയൽ സെൽഫും എക്സിക്യൂട്ടീവ് സെൽഫും ഇതാണ് ബേൺ ഇവിടെ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നത്. എന്താണ് എക്സിക്യൂട്ടീവ്? അതായത് നമ്മുടെ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഔട്ട്വേർഡ്ലി കാണിക്കുന്നത് എന്താണോ, നമ്മൾ ഔട്ട്വേർഡ്ലി സംസാരിക്കുന്നത് എന്താണോ, നമ്മുടെ ഔട്ട്വേർഡ്ലി മറ്റുള്ളവരായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത് എന്താണോ, അതാണ്. പക്ഷെ ആ സമയത്ത് ഒരു വ്യക്തി മുഴുവൻ സമയം എക്സിക്യൂട്ടീവ് ആകണം എന്നില്ല. അല്ല, എക്സിക്യൂട്ടീവിലാണ് പക്ഷെ അഡൽട്ടിലാകണം എന്നില്ല. അതുകൊണ്ടാണ് എറിക് ബേൺ പറയുന്നത് ഒരാൾക്ക് ഒരേ സമയത്ത് ഒന്നിൽ കൂടുതൽ ഈഗോ സ്റ്റേറ്റിലായിരിക്കാൻ പറ്റും എന്ന് അദ്ദേഹം ആർഗ്യൂ ചെയ്യാനുള്ള കാരണം അതാണ്. അപ്പൊ എക്സിക്യൂട്ടീവ് സെൽഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ചെറിയ ഒരു കമ്പാരിസൺ ചെയ്യുകയാണെങ്കിൽ, ഒന്ന് ഔട്ട്വേർഡ്ലി ബിഹേവിയർ ആണ്, ഒന്ന് ഇന്നർ ആണ്, ഇന്നർ എക്സ്പീരിയൻസ് ആണ്. ഒന്ന് ഔട്ട്വേർഡ് ആണ്, ഒന്ന് ഇൻവേർഡ് ആണ്. അതുപോലെ ഒന്ന് ആക്ടിവിറ്റി കൺട്രോൾഡ് ആണ് എക്സിക്യൂട്ടീവ്, മറ്റത് ഫീലിംഗ് കൺട്രോൾഡ് ആണ്. പിന്നെ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇറ്റ് ഈസ് സീൻ ബൈ അതേഴ്സ്. ഇന്നർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റേണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് മാത്രമേ അറിയുള്ളൂ. ഇവിടെയാണ് നമുക്ക് പലപ്പോഴും ഈ തെറാപ്പിയിലൊക്കെ വരുമ്പോൾ ഔട്ട്വേർഡ്ലി നമുക്ക് കാര്യങ്ങൾ കാണാൻ പറ്റുമെങ്കിലും ഒരു സൈക്കോളജിസ്റ്റ്, അയാൾക്കോ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റോ മനസ്സിലാക്കാൻ പറ്റും എന്താണ് അയാളുടെ ഇന്നർ ഫീലിംഗ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ഡയഗ്നോസിസ് ആയാലും, ഇപ്പോൾ ഒരാളെ നമ്മൾ ഒബ്സർവേഷൻ എന്നുള്ള മെത്തേഡ് ഉണ്ട്, അതുകൂടെ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് അവൾ ഔട്ട്വേർഡ്ലി കാണുന്നത്, അത് തന്നെയാണ് ചിലപ്പോൾ ഒരുപക്ഷെ എക്സ്പീരിയൻസിലാകുന്നത്, അയാളെ ഉണ്ടാകുന്നത്. അപ്പം രണ്ടും ഒന്നായിരിക്കും. നേരെ മറിച്ച് കാണുന്നത് അയാളുടെ ഉള്ളിലുള്ളതും അയാളുടെ ബോഡി ലാംഗ്വേജ്, അയാളുടെ എന്താ പറയുക എക്സ്പ്രഷൻസ്, മുഖത്തിന്റെ ഭാവങ്ങള്, കണ്ണിന്റെ ഇമ വെട്ടുന്നതോ അല്ലെങ്കിൽ ഐ ടു ഐ കോണ്ടാക്റ്റോ, ഇതൊക്കെ അതിന്റെ ഒരു ഇന്നർ ഇതിൽ വരുന്നതാണ്. അതാണ് റിയൽ സെൽഫ് എന്ന് പറയുന്നത്. ഒന്ന് രണ്ട് വർക്ക് സൈറ്റിലുള്ള എക്സാമ്പിൾസ് പറയാമോ ആരെങ്കിലും? ഒരു ഓഫീസിൽ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ ഒരു എക്സാമ്പിൾ പറയാമോ ഇത് പ്രാവർത്തികമായിട്ട്? ആരുമില്ല. നമ്മള് ഒരു നമ്മുടെ സീനിയറോ സബോർഡിനേറ്റോ ആയിട്ടുള്ള ഒരാളോട് സംസാരിക്കുന്നതും പെരുമാറുന്നതും, അതേസമയം ഒരുപക്ഷെ നമ്മുടെ ഒരു മീൽ ടൈമിൽ നമ്മുടെ ഒപ്പത്തിനുള്ള കൊളീഗ്സുമായിട്ട് തമാശ പറഞ്ഞ് സംസാരിക്കുന്നതും രണ്ട് രീതികളായിരിക്കും. ഞാൻ ഉദ്ദേശിച്ചതല്ല. അതായത് ഒരേ സമയത്ത് ഒരു എക്സ്റ്റേണലും ഒരു ഇന്റേണലും ഒരാൾക്ക് തന്നെ വരുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. ഞാനൊരു കാര്യം പറയാം, അതിനൊരു എക്സാമ്പിളായിട്ട് ഞാൻ പറയാം. ഇപ്പൊ ഒരു പ്രോജക്റ്റ് ഉണ്ട്. അപ്പൊ മാനേജർ ഈ പ്രോജക്റ്റ് സബോർഡിനേറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യണം. ഡിസ്കസ് ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ 1-to-1 ഡിസ്കഷനാണ്. അവർ അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നു, റെക്കോർഡ്സ് കൈമാറുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ അവിടെ രണ്ടുപേരും അഡൾട്ട് ഈഗോ സ്റ്റേറ്റിലായതുകൊണ്ട് അയാളുടെ
എക്സ്റ്റേണലും ഇന്റേണലും ഒന്നാണ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. രണ്ടുപേർക്ക് ഉണ്ടാകാം. ഇപ്പൊ ജേക്കബിന് പറയാം, മിസ്റ്റർ ജേക്കബിന് പറയാം, ഒരു എക്സാമ്പിൾ ഇതുപോലത്തെ ഒന്ന് പറയാം. ഒരാളിൽ ഉണ്ടാകുന്ന അത്. എനിക്ക് കിട്ടുന്നില്ല സാറേ. അതായത് ഒരാളിൽ തന്നെ ഒരു സമയത്ത് ഞാൻ പറയും രണ്ട് ഈഗോ സ്റ്റേറ്റിലാകാം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ രണ്ടാളുടെ ഈഗോ സ്റ്റേറ്റല്ല ഞാൻ ചോദിക്കുന്നത്. ഒരാൾക്ക് ഒരു സമയത്ത് രണ്ട് ഈഗോ സ്റ്റേറ്റിലാകാം. ഇപ്പൊ ഞാൻ പറയുന്നത് ഒരാള് എക്സ്റ്റേണൽ ആയിട്ടും ഇന്റേണൽ ആയിട്ടും ഒന്നായിട്ടുള്ള എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. രണ്ടുപേരും ഇപ്പൊ ഇവിടെ രണ്ടുപേരും അവിടെ ഒരു ബോസും സബോർഡിനേറ്റ് ഡിസ്കസ് ചെയ്യുന്നു. ബോസിന്റേതും അതായത് സബോർഡിനേറ്റിന്റെ ഒക്കെ ഈ എക്സ്റ്റേണൽ ആയിട്ടുള്ളത് ഒന്നാണ്, ഇന്റേണൽ ആയിട്ട് അത് തന്നെയാണ്. അപ്പൊ രണ്ടും മാച്ചിങ് ആണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇതിന്ന് മാറിയിട്ട് കുറെ നേരം ബോസിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കേൾക്കുന്ന സബോർഡിനേറ്റിന് ഉള്ളിന്റെ ഉള്ളിൽ വേറൊരു ഫീലിംഗ് വരികയാണ്, ഇറിറ്റേറ്റഡ് ആവാണ്. സാറേ ഒരു കാര്യം ബോസ് പറയുന്ന ഒരു കാര്യം സബോർഡിനേറ്റ് കേട്ടിട്ട് സബോർഡിനേറ്റ് അത് പൂർണ്ണമായിട്ട് അംഗീകരിക്കുമ്പോൾ രണ്ടുപേരും ഒരേ ലെവലിലായിരിക്കും. അതെ അതെ അതേസമയം ബോസ് പറയുന്ന കാര്യത്തെക്കാർക്കും വളരെ കൃത്യമായിട്ട് സബോർഡിനേറ്റ് കൂടുതൽ ജെനുവിനായിട്ടും പ്രായോഗിക തലത്തിലും പറയുന്ന അവസരം വരുമ്പോഴാണ്, അല്ലെങ്കിൽ അങ്ങനെ മനസ്സിൽ തോന്നുമ്പോഴാണ് ഈ ഈഗോ സ്റ്റേറ്റുകൾ ചേഞ്ച് വരുന്നത്. അതെ അതെ അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കുറച്ചുകൂടി കഴിയുമ്പോൾ മനസ്സ് മാറുമ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ ബോറടി വരുന്നു, അവിടെ ചൈൽഡ് വരുന്നു. അപ്പൊ ഒരാൾക്ക് തന്നെ ഈ രണ്ട് ഭാവങ്ങൾ വരികയാണ് ചെയ്യുന്നത്. എക്സ്റ്റേണലും ഇന്റേണലും വ്യത്യാസമായിട്ട് വരികയാണ് ചെയ്യുന്നത്. എക്സിക്യൂട്ടീവ് ആൻഡ് സെൽഫ്, അത് രണ്ടും രണ്ടാകാ ചെയ്യുന്നത്. ഇനി ഇതിന്റെ ഒരു തേർഡ് സ്റ്റേജ് കൂടി ഉണ്ട്. നമ്മുടെ മനസ്സിൽ പറയത്തില്ല ഇയാൾ എന്താ ഈ പറയുന്നേ. അതെ 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 അവിടെയാണ് അത് വരുന്നത്. സാറേ ഇപ്പം അവര് തമ്മിൽ ഡിസ്കസ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് അവര് തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുകയും രണ്ടുപേരും അവരവരുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരൊരു ഒരു 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 എഗ്രിമെന്റിൽ എത്തുകയും രണ്ടുപേർക്കും ഏകദേശം മനസ്സിലായി എന്നുള്ള ഒരു രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ് ഉണ്ടായി. രണ്ടുപേരും ഏകദേശം ഓക്കെയാണ് ഈ പ്രോജക്റ്റ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ഒരു അഗ്രിമെന്റിൽ എത്തി നിൽക്കുന്ന സമയത്ത് ഏകദേശം ആ ഒരു സ്റ്റേജ് ആണ്. അതിനുശേഷം വീണ്ടും ഇതെല്ലാം മനസ്സിലായെന്ന് വന്നു കഴിഞ്ഞാൽ പോലും പിന്നെയും ബോസ് ഇതിനെ അങ്ങ് ഡെലിബറേറ്റ് ചെയ്ത് അങ്ങ് കൂടുതലായിട്ട് ഇതിനെപ്പറ്റി അങ്ങ് ഡിസ്കസ് ചെയ്യുകയും കൂടുതലായിട്ട് അതിന്റെ ഡീറ്റെയിൽസിലോട്ട് പോകുകയും ഒക്കെ ചെയ്യുമ്പോഴത്തേന് സബോർഡിനേറ്റിന് ഒരു സമയമാകുമ്പോഴത്തേന് തോന്നും ഇതിപ്പോ എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്, എന്റെ കൺട്രോളിലുണ്ട്, എനിക്കൊരു ഐഡിയ ഉണ്ട് ഇതിനെ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം. എന്നാൽ പോലും ഇദ്ദേഹം ഇതിങ്ങനെ പറഞ്ഞു തന്നിട്ട് എങ്ങനെ ഞാൻ ചെയ്യണം എന്നുള്ള ആ മൈക്രോ ഡീറ്റെയിലിംഗിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഈ സബോർഡിനേറ്റിന് ആ ഒരു തോന്നൽ ഉണ്ടാവും. ഇയാൾ ഓവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഓവർ ഇന്റർഫിയർ ചെയ്യുന്നു, ആവശ്യമില്ല, ഇനിയിപ്പോ എന്നെ ഒരു ചൈൽഡ് പോലെ പഠിപ്പിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല, എനിക്കറിയാം. ആ ഒരു സ്റ്റേജിലേക്ക് മനസ്സ് മാറും. എക്സാക്ട്ലി ഇതിനെയാണ് എറിക്മെന്റ് ഷിഫ്റ്റ് എന്നാ പറയുന്നത്. ഇതിന് ആ ഷിഫ്റ്റ് ഓഫ് റിയൽ സെൽഫാണ് വരുന്നത്. മറ്റേടത്ത് റിയൽ സെൽഫ് എക്സിക്യൂട്ടീവ് സെൽഫും എല്ലാം ഒന്നായിരുന്നു. ഇവിടെ ഒരു ഷിഫ്റ്റാണ് വരുന്നത്. ഈ ഷിഫ്റ്റില് ഈ പറഞ്ഞ പോലെ രണ്ടുപേരുടെയും ഇതുകൾ മാറുന്നു. ഒരാളുടെ ചൈൽഡിലേക്ക് റിബല്യസ് സൈഡിലേക്ക് വരുന്നു, ഒരാൾ അഡൽട്ടിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ വേറെ. അപ്പൊ അവിടെ ഷിഫ്റ്റ് വരാൻ അൾട്ടിമേറ്റ് ഷിഫ്റ്റ് റിക്വൻ പറയുന്നത് അവസാനം ഈ പറഞ്ഞ പോലെ യോണിങ് വരുന്നു. ഈ ചൈൽഡിന്റെ എല്ലാ ഇതുകളും കാണുന്നു. അപ്പൊ ഒബ്സർവബിൾ ആയിട്ടുള്ള ബിഹേവിയർ ചൈൽഡാണ് അവിടെ. കുറെ കഴിയുമ്പോൾ യോണിങ് കാണിക്കുക എന്ന് പറഞ്ഞാൽ ചൈൽഡ് ആയില്ലേ. അയാൾക്ക് അതുപോലെ മറ്റ് കാര്യങ്ങളിലൊക്കെ ഒരു കണ്ണിന്റെ ഇത് കുട്ടികളുടെ പോലെ കണ്ണിങ്ങനെ മിന്നിച്ച് അടയ്ക്കാൻ പറ്റാതെ. പിന്നെ ചിലപ്പോൾ കണ്ടിട്ടില്ലേ, ടോം ആൻഡ് ജെറിയിൽ കണ്ടിട്ടില്ലേ, കണ്ണ് അടയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു തീപ്പെട്ടി കമ്പ് എടുത്തിട്ട് ഇത് കണ്ണിന്റെ ഇതിൽ കുത്തി പിടിപ്പിച്ച് വെച്ചിട്ടുള്ള പടങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ഇല്ലേ, ടോം ആൻഡ് ജെറിയിൽ. അപ്പൊ അതൊക്കെ ചൈൽഡ് ബിഹേവിയർ ആണ് അതൊക്കെ വരുന്നത്. അപ്പോൾ അവിടെ വരുമ്പോൾ ടോട്ടൽ ഷിഫ്റ്റ് ആണ്. അതായത് എക്സിക്യൂട്ടീവ് സെൽഫും റിയൽ സെൽഫും ചൈൽഡിലേക്ക് പോകുന്നു. അപ്പൊ ആദ്യം പറഞ്ഞത് എക്സിക്യൂട്ടീവ് സെൽഫ് അത് രണ്ടും അഡൽട്ടിലായിരുന്നു. പിന്നെ ഒരാൾ അഡൽട്ട് നിൽക്കും, മറ്റേ ചൈൽഡിലേക്ക് വന്നു. മൂന്നാമത് അയാള് രണ്ട് ഭാവങ്ങളും അത് രണ്ടും ചൈൽഡ് ഇതാകുന്നു. അതാണ് വരുന്നത്. അതൊരു എക്സാമ്പിൾ കാണിച്ചത് മാത്രമേ ഉള്ളൂ. എങ്ങനെയാണ് ആ എനർജി ഫ്ലോ ചെയ്തതനുസരിച്ചാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഇതുപോലെ ഒരുപാട് എക്സാമ്പിൾ ഉണ്ട്. ഒരു സ്റ്റുഡന്റിന്റെ ക്ലാസ് റൂം, ഒരു ക്ലാസ്സിൽ ഒരു സ്റ്റുഡന്റ് ഇരിക്കുകയാണ്, ആദ്യം നോട്ട് എഴുതിയെടുക്കുന്നു. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ നോട്ടൊക്കെ എഴുതുന്ന ഇടയ്ക്ക് അൺകോൺഷ്യസ് ആയിട്ട് എഴുതും. പക്ഷെ ഉള്ളിന്റെ ഉള്ളില് റിയൽ സെൽഫില് അയാള് ഒരു കുട്ടിയെ പോലെ പെരുമാറുകയോ ചിന്തിക്കുകയോ ചെയ്യുന്ന ഒരു ഇത്. ഒരു നേഴ്സ് ഓൺ ഡ്യൂട്ടി, എറിക് പെൻ കൊടുത്തിട്ടുള്ള നേഴ്സ് ഓൺ ഡ്യൂട്ടി. അപ്പൊ നേഴ്സ്
സാധാരണ കാലത്ത് വന്നു കഴിഞ്ഞാൽ സ്മാർട്ടായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് വന്ന് അപ്പോൾ അയാൾ വീട്ടിൽ നിന്ന് ഫുഡ് ഒക്കെ കൊണ്ടുവന്നു. അപ്പോൾ ഒരു ഇഞ്ചക്ഷൻ എടുക്കുകയാണ്. അപ്പൊ കുട്ടി കരയില്ലേ, നല്ല കുട്ടിയല്ലേ എന്നൊക്കെ പറഞ്ഞ് നല്ല ഇതായിട്ട് ഇഞ്ചക്ഷൻ ചെയ്ത് വേദന എടുപ്പിക്കാതെ ഇഞ്ചക്ഷൻ ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ പോയിരിക്കുമ്പോഴാണ് വീട്ടിലെ കുഞ്ഞിന് വരണമുണ്ട് അതിന്റെ ഓർമ്മ ഇവർക്ക് വരുന്നത്. അപ്പൊ ഇവരെന്താ ചെയ്യുക സാധാരണ അതില്? അപ്പൊ ഇവര് ഈ പറഞ്ഞ ഇതൊക്കെ നഷ്ടപ്പെടും അവർക്ക്. അവർ ആ ഒരു അഡൾട്ട് അങ്ങനെയുള്ളതൊക്കെ നഷ്ടപ്പെട്ടിട്ട് അങ്ങനെ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ ചില കുട്ടികൾ പറയണത് വേദനിക്കണു എന്ന് പറയുന്നത്. കാരണം അയാൾ ഒരു അൺകോൺഷ്യസ് മൈൻഡിൽ അങ്ങനെ ചെയ്യുമ്പോഴാണ് ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെ അതുപോലെ ഒരുപാട് എക്സാമ്പിൾ ഇതുണ്ട്. അതുപോലെ പാരന്റ് ടീച്ചർ കോൺഫറൻസ്, PTA കോൺഫറൻസിൽ വരുന്ന ഒരാളുടെ പാവം എന്തായിരിക്കും അത്? ഇതിനെപ്പറ്റി ആരെങ്കിലും ഒന്ന് പറയാമോ? ഒരു പാരന്റ് ടീച്ചേഴ്സ് കോൺഫറൻസ് മീറ്റിംഗിന് വരികയാണ് ഒരാൾ. അപ്പൊ അവര് എന്തായിരിക്കും അവിടെ നടക്കുക? ടീച്ചർ അഡ്മിസസോ പ്രിൻസിപ്പാളോ ആദ്യം ഒന്ന് ഒന്ന് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തു, പിന്നെ കാര്യങ്ങളെ പറ്റി പറയുന്നു, അല്ലേ? എന്തായിരിക്കും ഈ കുട്ടിയുടെ അച്ഛനുണ്ടാകുന്ന വികാരം എന്തായിരിക്കും? ഇവനെങ്ങനെ എന്റെ കുഞ്ഞിന്റെ വല്ല ചീത്ത വശങ്ങൾ വിളിച്ചു പറയുമോ ദൈവമേ, അല്ലേ? അവനൊരു ചൈൽഡിലേക്ക് പോവുക ചെയ്യുന്നത്. അവിടെ അവന് പെട്ടെന്ന് ആ ഒരു ഭാവം വ്യത്യാസം വരിക ചെയ്യുന്നത്. അവനിപ്പോ അവന്റെ ഇന്റേണൽ വ്യത്യാസമുണ്ട്, അവന്റെ എക്സ്റ്റേണൽ വ്യത്യാസം. എക്സ്റ്റേണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചറും ഈ പാരന്റ് ടീച്ചേഴ്സും ഒക്കെ ഒന്നിച്ചുള്ള ആ ഒരു സംവാദവും ഒക്കെ അങ്ങ് നടക്കുന്നുണ്ടെങ്കിലും ഉള്ളിന്റെ ഉള്ളില് അവന്റെ ഇന്നർ ഫീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതായിരിക്കും എന്നാണ് ഇതിൽ പറയുന്നത്. അതുപോലെ മാനേജർ സാബു സാർ പറഞ്ഞില്ലേ, ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാണ് ഒരു മാനേജർ. അപ്പോൾ മാനേജർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടാവും, അല്ലെ? എന്നിട്ട് മോട്ടിവേറ്റ് ചെയ്യും, നിങ്ങൾ യു ഷുഡ് വർക്ക് ലൈക്ക് ദിസ് ലൈക്ക് ദാറ്റ് എന്നൊക്കെ പറയുന്നുണ്ടാവും. പക്ഷെ ഉള്ളിന്റെ ഉള്ളില് നിങ്ങൾക്ക് ഞാനൊരു പണി തരുന്നുണ്ട് ഉള്ളിന്റെ ഉള്ളില് അവിടെയാണ് ആ എക്സിക്യൂട്ടീവ് സെൽഫും റിയൽ സെൽഫും തമ്മിലുള്ള വ്യത്യാസം കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ എക്സാമ്പിൾസ് പറഞ്ഞത്. എന്നിട്ട് റിക്പൻ കൊണ്ടുവരുന്നതാണ് ഇൻകോൺഗ്രുവിറ്റി എന്ന് പറഞ്ഞ സംഗതി. ഇൻകോൺഗ്രുവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ സിമ്പിൾ അല്ലേ, മിസ്മാച്ച് ആണത് ഇൻകോൺഗ്രുവിറ്റി. ഇവിടെ ഈ റിയൽ സെൽഫും എക്സിക്യൂട്ടീവ് സെൽഫും തമ്മിലുള്ള മിസ്മാച്ച് ആണ് ഇൻകോൺഗ്രുവിറ്റി എന്നുള്ളതിൽ ഇവിടെ കൊണ്ടുവരുന്നത്, ഈ ബുക്കിൽ കൊണ്ടുവരുന്നത്. എന്തായിരിക്കും മിസ്മാച്ച് എന്നുള്ളത് നമ്മൾ ഓൾറെഡി കുറെ പറഞ്ഞു കഴിഞ്ഞു, അല്ലെ? ഒരു ഒബ്സർവബിൾ ബിഹേവിയർ എന്താണ്, അവരുടെ ഇന്റേണൽ സംഗതി എന്താണ്, ഇത് തമ്മിലുള്ള വ്യത്യാസമാണ് ഇൻകോൺഗ്രുവിറ്റിയുടെ ബേസിസ് തന്നെ. എന്താണ് ഇൽകോൺഗ്രീറ്റോ? എന്താ സാർ? ഇൻകോൺഗ്രുവിറ്റി, ഇൻകോൺഗ്രുവിറ്റി, ഇൻകോൺഗ്രുവിറ്റി. അപ്പൊ ഒരു ഇൻകോൺഗ്രുവിറ്റി ഉണ്ടെങ്കിൽ ഒരാൾക്ക് ഒരു ഇൻകോൺഗ്രുവിറ്റി ഉണ്ട്. നേരത്തെ പറഞ്ഞ പല എക്സാമ്പിളും മനസ്സിലായി കാണും. അപ്പൊ ഔട്ട്വേർഡ്ലി നമ്മൾ എന്തൊക്കെ കാണുക? ഒരു ആരെങ്കിലും പറയോ? ജേക്കബ് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നല്ല പുള്ളി നല്ല സ്റ്റുഡിയസ് ആയിട്ടുള്ള ഒരാളാണെന്ന് തോന്നുന്നു ഇതിനെ പറ്റിയിട്ട്. ആരെങ്കിലും ഒക്കെ ഒന്ന് പറയാം, എന്താ ഒരു ഇൻകോൺഗ്രുവിറ്റി ഉണ്ടായി കഴിഞ്ഞാൽ, അതായത് മിസ്മാച്ച് ഓഫ് ഇതുണ്ടല്ലോ, അതുണ്ടാകുമ്പോൾ എന്തായിരിക്കും അതിന്റെ ഒരു ഔട്ട്വേർഡ്ലി നമ്മൾ കാണുന്നത്, ഇൻവേർഡ്ലി എന്തായിരിക്കും ആ ഇൻകോൺഗ്രുവിറ്റിയുടെ? ഇമോഷൻസ് ചേഞ്ച് ആവും, അല്ലെ? അതെ അതെ, ഇമോഷൻ ചേഞ്ച് ആവും. ഔട്ട്സൈഡ് ബിഹേവിയർ മാറാം. അതെ അതെ, കോൺട്രഡിക്ഷൻ ആയിരിക്കും കംപ്ലീറ്റ്. പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ തമ്മിൽ, അല്ലേ? ഒക്കെ കണ്ണ് കാണിക്കുന്നത് നെഗറ്റീവ് ആയിരിക്കും, പക്ഷെ അവന്റെ പറച്ചിൽ മുഴുവൻ പോസിറ്റീവ് ആയിരിക്കും. അവിടെ അങ്ങനെയാണ് ആ ഇൻകോൺഗ്രുവിറ്റിയുടെ ഇത് തന്നെ തെറാപ്പിയിലൊക്കെ നമ്മൾ ചെയ്യുന്നതും അതുപോലെ സൈക്കോളജിസ്റ്റ് മനസ്സിലാക്കുന്നതും ആളുകളുടെ ആ ഇൻകോൺഗ്രുവിറ്റിയാണ് മനസ്സിലാക്കുന്നത്. അവിടെ മിസ്മാച്ച് കാണുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ഇദ്ദേഹത്തിനുണ്ട് എന്ന് അവര് ഇത് ചെയ്യുന്നത്. അപ്പൊ അതിൽ ഇദ്ദേഹം പറയുന്നത് നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ മാറുന്നു, നമ്മുടെ ഔട്ട്വേർഡ് ഇതുകൾ മാറുന്നു, പോസ്ചർ മാറുന്നു, കണ്ണിന്റെ കോണ്ടാക്ട് മാറുന്നു. ഇതൊക്കെയാണ് ഇൻകോൺഗ്രുവിറ്റിയുടെ കണ്ടുപിടിക്കാനുള്ള ഒരു വഴി. ഇനി അടുത്തത് ബൗണ്ട് എനർജി, അൺബൗണ്ട് എനർജി ആൻഡ് ഫ്രീ എനർജി. ഈ മൂന്നെണ്ണമാണ്. അതിലേക്ക് ഞാൻ വരുമ്പോൾ ഒരു മങ്കി എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഒരു പവർ പോയിന്റ് ഒരു ഭാഗം ഞാൻ കാണിക്കാം. അപ്പോൾ ആ മങ്കിയുടെ പടങ്ങളൊക്കെ കാണുമ്പോൾ കുറച്ചുകൂടി ഇത് നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് വരാം. ഷെയർ. ബൗണ്ട്, അൺബൗണ്ട് ആൻഡ് ഫ്രീ കത്തക്സിസ്. ബൗണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഫിസിക്സ് പഠിച്ചവർക്ക് അറിയാൻ പറ്റും.
പൊട്ടൻഷ്യൽ എനർജി ആൻഡ് കൈനറ്റിക് എനർജി, ഇങ്ങനെ രണ്ട് എനർജികളുണ്ട്. ഇവിടെ നമ്മുടെ സൈക്കിക് എനർജികളിൽ അതിന് ഈക്വലന്റ് ആണ് ഈ രണ്ടും. ബൗണ്ട് എന്ന് പറഞ്ഞാൽ അതുണ്ട്, ആ പൊട്ടൻഷ്യലായിട്ട് അത് അവിടെ ഉണ്ട്, പക്ഷെ അത് സ്റ്റോറിലായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു ബാറ്ററി എടുത്തു നമ്മൾ, ബാറ്ററി ടോർച്ച് ലൈറ്റിൽ ഇട്ടാൽ അത് ലൈറ്റ് കത്തുന്നു. അത് വെറുതെ എടുത്തു വെച്ചാലോ എനർജി ഉണ്ട്, പക്ഷെ അവിടെ നിൽക്കുന്നു. അപ്പൊ അത് പൊട്ടൻഷ്യൽ എനർജിയാണ്. അത് അവൈലബിൾ ആണ്, പക്ഷെ ആരും അത് ഉപയോഗിച്ചിട്ടില്ല, അല്ല ഇപ്പൊ ഉപയോഗിക്കുന്നില്ല. അതാണ്. അപ്പൊ ഒരു നോളജ് ഉള്ള ഒരാള് ഇരിക്കുന്നുണ്ട് ഇവിടെ. നമ്മുടെ ഗ്രൂപ്പിൽ നോളജ് ഉള്ള ആളുകൾ ഒരുപാട് ഇരിപ്പുണ്ട്, ഈ ടി എയിലൊക്കെ ഉണ്ട്. പക്ഷെ അവൈലബിൾ ആണ് ആ നോളജ്, പക്ഷെ ഉപയോഗിക്കുന്നില്ല എന്ന് ചിന്തിച്ചു നോക്കി. അതാണ് ബൗണ്ട് എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ ഒരു മങ്കിയുടെ എക്സാമ്പിള് ഞാൻ ആ പടം എടുത്തതാണ്. ഇതാണ് റിക് ബേൺ കൊടുത്തിട്ടുള്ളത്. ചുമ്മാ ഒരു ട്രീയിൽ ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന ഒരു മങ്കി. ആ മങ്കിക്ക് ഒരുപാട് കഴിവുകളുണ്ട്, എനർജി ഉണ്ട്, അത് പൊട്ടൻഷ്യലായിട്ട് അങ്ങനെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ മങ്കി എക്സാമ്പിൾ വളരെ ഫേമസ് ആണ് റിക് ബേണിന്റെ. എവിടെയും നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ കേൾക്കാം മങ്കിയുടെ എക്സാമ്പിൾ ആണ് നമുക്ക് കാണുന്നത്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നതാണ് അൺബൗണ്ട് എനർജി. ഇവിടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് കിടക്കുകയല്ല, അത് ഒന്ന് എഴുന്നേറ്റ് ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ട്. എന്ന് വെച്ചാല് അത് കുറച്ച് കൈനറ്റിക് ആണ്. ആ എനർജി കൈനറ്റിക് ആയി കഴിഞ്ഞു. അത് പൊട്ടൻഷ്യൽ അല്ല, ഉറങ്ങുകയല്ല, സ്റ്റോർഡ് അല്ല. ഇപ്പൊ ഇവിടെ മങ്കിയുടെ ഇതിൽ കണ്ടല്ലോ, അയാൾ വെറുതെ ചുമ്മാ അങ്ങ് അനങ്ങുകയും ഒക്കെ ഒന്ന് ചെയ്യുന്നുണ്ട്, ഒരു ചാട്ടമൊക്കെ ചാടുന്നുണ്ട്. അപ്പൊ അത് അൺബൗണ്ടായി. ബൗണ്ട് ആയിട്ടുള്ള സാധനം അൺബൗണ്ടായി. പൊട്ടൻഷ്യൽ ആയത് കൈനറ്റിക് എനർജിയായി. പൊട്ടൻഷ്യൽ എനർജി അത് കൈനറ്റിക് എനർജിയായി. അപ്പൊ ഇവിടെ ഒരു ഉള്ളിന്റെ ഉള്ളില് ആളുടെ ഇന്റേണൽ ആയിട്ടുള്ള ഇമോഷൻസ്, എക്സ്റ്റേണൽ സ്റ്റിമുലി ഇതെല്ലാം ഉണ്ട്. അതുകൊണ്ട് അത് അങ്ങനെ ആക്ടിവേറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഒരു ഹാമറിന്റെ ഒരു പിക്ചർ ഞാനത് ഒരു ആർട്ടിക്കിളിൽ നിന്ന് എടുത്തതാണ്. ഇവിടെ നമുക്കൊരു ചുറ്റിയെ പിടിച്ച് നിൽപ്പുണ്ട്, ഒരു ആണിയുണ്ട് അവിടെ, പക്ഷെ അയാൾ വെറുതെ നിൽക്കുകയാണ്. പൊട്ടൻഷ്യൽ എനർജിയാണ്. ആ ചുറ്റിക വീശി അടിച്ചാൽ ആണി താഴെ പോകും. ഇത് തന്നെയാണ് അൺബൗണ്ട് എനർജി. അത് കൈനറ്റിക് എനർജിയിലും അദ്ദേഹം ഒന്ന് അനക്കുന്നുണ്ട്, ആണി പൊട്ടിയിട്ടില്ല. അപ്പോൾ അതാണ് അതിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ആയിട്ടുള്ള ഒരു എക്സാമ്പിള്. ജസ്റ്റ് നിങ്ങളുടെ മനസ്സിൽ നിൽക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ ഒരു ചുറ്റിയുടെ പടം ഇട്ടത് മാത്രമേ ഉള്ളൂ. പിന്നെ വരുന്നതാണ് ഫ്രീ കത്തക്സിസ് എന്ന് പറയുന്നത്, ഫ്രീ സൈക്കിക് എനർജി, ഫ്രീ കത്തക്സിസ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഇത് നേരത്തെ പറഞ്ഞതിലൊക്കെ വ്യത്യാസമുണ്ട്. ഈ മങ്കി ഒരു സ്ഥലത്ത് വേറെ സ്ഥലത്ത് ചാടുക ചെയ്യുന്നത്. അപ്പൊ അവനൊരു ഇന്റൻഷൻ ഉണ്ട്, അവനൊരു ഡയറക്ഷൻ ഉണ്ട്, അവനൊരു കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ആക്ടാണത്. അതുപോലെ പ്രസന്റ് മൊമെന്റിലാണ് അത് സംഭവിക്കുന്നത്. അൺകോൺഷ്യസ് ആയിട്ടുള്ള ഹാബിറ്റുകളൊന്നുമല്ല. അപ്പം കൈനറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അൺബൗണ്ട് എന്ന് പറഞ്ഞാൽ അത് ഒരു അൺകോൺഷ്യസ് ആവാം. ഇതങ്ങനെയല്ല, വളരെ കോൺഷ്യസ്, ദർ ഇസ് എ ഡയറക്ഷൻ. അതുപോലെ അദ്ദേഹം വോളണ്ടറി ആയിട്ട് സ്വന്തമായി ഇഷ്ടപ്രകാരം ചെയ്യുന്ന സംഗതിയാണത്. അതിനെയാണ് ഫ്രീ കത്തക്സിസ് എന്ന് പറയുന്നത്. ഒരു ഐഡിയ കിട്ടിയല്ലോ. അപ്പൊ ഇവിടെ ഈ കമ്പിൽ നിന്ന് ഈ കമ്പിലേക്ക് ചാടി ഒരു പഴം പറിക്കാനായിട്ടാണ് അത് ഉദ്ദേശിക്കുന്നത്. അതാണ് ഫ്രീ കത്തക്സിസ് എന്ന് റിക് ബേൺ പറയുന്നത്. ഇതല്ലാതെ അടുത്തൊന്നാണ് ആക്റ്റീവ് കത്തസിസ്. അപ്പൊ നമ്മൾ 3 ഇതിൽ നമ്മൾ കണ്ടു. അതില് ലാസ്റ്റ് പറഞ്ഞ 2 ചേർന്നതാണ് ആക്റ്റീവ് കത്തസിസ്. അതായത് അൺബൗണ്ടും ഫ്രീ കത്തക്സിസും, അല്ലെങ്കിൽ അൺബൗണ്ട് എനർജിയും. സിമ്പിളായിട്ട് പറഞ്ഞ അൺബൗണ്ട് എനർജിയും ഫ്രീ ആയിട്ടുള്ള എനർജിയും കൂട്ടിക്കഴിഞ്ഞ് കിട്ടുന്നതാണ് ആക്റ്റീവ് എനർജി. അതാണ് ഇറ്റ് ഈസ് ആക്ടിവേറ്റഡ് ബൈ എ ഡെലിബറേറ്റ് വോളണ്ടറി ഡിസിഷൻ. നേരത്തെ പറഞ്ഞത് തന്നെ, ഇറ്റ് ഈസ് ഗവേൺഡ് ബൈ കോൺഷ്യസ് ഇന്റൻഷൻ, actively choosing to engage your adult ego state to solve a mathematics problem. അതുപോലെയാണ് ഇത്. അതെല്ലാം മനസ്സിരുത്തി ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിന് ഡയറക്ഷൻ ഉണ്ട്, അതിലൊരു ഡിസിഷൻ ഉണ്ട്, അത് ഡെലിബറേറ്റ് ആണ്, അത് കോൺഷ്യസ് മൈൻഡിൽ നിന്നാണ്. അതുകൊണ്ടാണ് അതിന് ആക്റ്റീവ് കത്തക്സിസ് എന്ന് പറയുന്നത്. ഇതുപോലെ റിക് ബേൺ പറയുന്നത് ഒരു ഈഗോ സ്റ്റേറ്റിൽ നിന്ന് വേറെ ഈഗോ സ്റ്റേറ്റിൽ ഫ്രീ ഫ്ലോ ഓഫ് എനർജി ഉണ്ടെന്നാണ് പറയുന്നത്. അതിലൊരു ഡയഗ്രാം ഉണ്ട്, ഞാൻ അത് കാണിക്കാം. അപ്പം ദ ഈഗോ സ്റ്റേറ്റ് വിത്ത് ഗ്രേറ്റസ്റ്റ് ആക്റ്റീവ് കത്തക്സിസ് ടേക്സ് എക്സിക്യൂട്ടീവ് കൺട്രോൾ. ദ ഈഗോ സ്റ്റേറ്റ് വിത്ത് ഗ്രേറ്റസ്റ്റ് ആക്റ്റീവ് സൈക്കിക് എനർജി, അതായത് കത്തക്സിസ്, ടേക്സ് ദ ആക്റ്റീവ് കൺട്രോൾ. എക്സിക്യൂട്ടീവ് കൺട്രോൾ, അതായത് എക്സിക്യൂട്ടീവ് സെൽഫ്.
That is, the ego state with the highest sum of unbound and free cathexis takes over the executive power. അപ്പൊ അൺബൗണ്ട് ആൻഡ് ഫ്രീ കത്തക്സിസ് ചേർന്നാണ് നമ്മുടെ എക്സിക്യൂട്ടീവ് സെൽഫ് ആകുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ഡയഗ്രം. ഇതൊരു ആർട്ടിക്കിളിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ അവിടെ നമുക്ക് കാണാം PAC എന്ന് കാണാം, പാരന്റ്, അഡൾട്ട്, ചൈൽഡ്. ഒരു ഇതിൽ നിന്ന് വേറെ തിരിക്കുള്ള ഫ്ലോയിനെയാണ് അത് കാണിക്കുന്നത്. ആ ഫ്ലോയിൽ ബൗണ്ടും ഫ്ലോ ചെയ്യുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും, അൺബൗണ്ടും ഫ്ലോ ചെയ്യുന്നുണ്ട്, ഫ്രീ കത്തക്സിസും ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പൊ അതില് എക്സിക്യൂട്ടീവ് പവർ എന്ന് നമ്മൾ അതിൽ സെൽഫ് എന്ന് പറയുന്നത് നമ്മുടെ അൺബൗണ്ടും ഫ്രീയും ചേർന്നാണ്. ഇവിടെ ഞാൻ ആ ഡബിൾ ബ്രാക്കറ്റ് ഇട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷെ ഇവിടെ ലാസ്റ്റിൽ വരുന്നത് ഫ്രീ കത്തക്സിസ്, അതാണ് റിയൽ സെൽഫ്. ഇത് തമ്മിൽ നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു ഇതിനു വേണ്ടി ഇട്ടതാണ്. അതായത് ദ സെക്കൻഡ് ആൻഡ് തേർഡ് put together is the executive power, executive self, and the last one, free cathexis, free psychic energy, that is the real self. ഇതാണ് അപ്പൊ അറിയില്ല, കുറച്ചുകൂടി ഡീപ്പായിട്ട് കുറച്ചൊരു സാധാരണ TA കുറച്ചുകൂടി ഒരു വ്യത്യാസമുള്ള, കുറച്ചുകൂടി ഒരു ഇത് ചെയ്യുന്ന കുറച്ച് മാത്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഭാഗമാണിത്. ഇത് ആഡിങ്ങും ഒക്കെ ഉള്ളതാണത്. അപ്പൊ അത് ഒന്ന് മനസ്സിലാക്കുക. നമുക്കിത് മനസ്സിലായില്ലെങ്കിലും ഒക്കെ ഫർദർ ഡീറ്റെയിൽ ആയിട്ട് പിന്നെയും ഇതിലേക്ക് പോകാൻ നമുക്ക് സാധിക്കും. ഞാൻ സാബു സാറോട് പറയായിരുന്നു, ഇത് അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതല്ല, പക്ഷെ ഇത് അറിഞ്ഞിരുന്നാലേ നമുക്ക് ഈഗോ സ്റ്റേറ്റ് ഡയഗ്നോസിസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് ആ എനർജി ഫ്ലോ നമ്മുടെ മുഖത്ത് കാണുന്നതും എക്സ്പ്രസ് ചെയ്യുന്നതും ഒക്കെ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ആദ്യം ഒരു തിയറിറ്റിക്കൽ നോളജ് ഉണ്ടെങ്കിലാണ് നമുക്ക് ആ ഡയഗ്നോസിസ് കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ റിയൽ സെൽഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഈഗോ സ്റ്റേറ്റ് വിത്ത് ഗ്രേറ്റസ്റ്റ് ഫ്രീ കത്തക്സിസ് ഈസ് എക്സ്പീരിയൻസ്ഡ് സെൽഫ്. അത് ഞാൻ ലാസ്റ്റിൽ കൊടുത്തിട്ടുള്ള ട്രാക്ക് അത് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാണ്. നമ്മൾ അതിൻ്റെ ഒരു എക്സാമ്പിളും ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അഡൾട്ട് ലീഡ് ഡിസ്കഷൻ വൈൽ ചൈൽഡ് എക്സ്പീരിയൻസ് ബോർഡം. ഡിസ്കഷൻ നടക്കുമ്പോൾ കുട്ടിക്ക് ബോർഡം വരുന്നു. അതാണ് ആ റിയൽ സെൽഫ്. അതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. നമ്മൾ ഇത് സൈമിൾട്ടേനിയസ് ആയിട്ട് ആക്ടിവേറ്റ് ചെയ്യാനുള്ള കഴിവ്, അതാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത്. ഒരു ഓട്ടോണമിയിലേക്ക് വരുന്നതിൽ ഏറ്റവും കൂടുതൽ നിർണ്ണയിക്കുന്ന ഒരു കാര്യമാണ് നമ്മളിത് എല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റണം, പ്രൊവൈഡഡ് നമ്മൾ അഡൾട്ട് നിന്നുകൊണ്ട്. അതിന് അഡൾട്ട് ഇന്റഗ്രേഷൻ എന്നാ പറയാ. ഇന്റഗ്രേറ്റിംഗ് ഓൾ ദി ഈഗോ സ്റ്റേറ്റ്സ് എല്ലാം ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് അഡൾട്ടിൽ നിന്നുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ് ഇതെല്ലാം നമ്മുടെ ആ ഓട്ടോണമിക്കുള്ള ഡയറക്ഷനിലേക്ക് നമ്മൾ പോകും. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന, അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഈ ഓട്ടോണമിയാണ്. അതുപോലെ ഞാൻ ജസ്റ്റ് എന്ന് പറയുന്നത്, ഇത് നമ്മുടെ തെറാപ്പികളിൽ, കൗൺസിലിങ്ങിലൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു സംഗതിയാണത്. ഇതിന്റെ നോളജ് ഉണ്ടെങ്കിൽ ഇതെല്ലാം നമുക്ക് തെറാപ്പികളിലും അസസ്മെന്റുകളിൽ ഇതൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ സൈക്കിക് എനർജി PACയിലുള്ള ഓരോരുത്തരുടെയും നോക്കി ആ തെറാപ്പിയിൽ അതനുസരിച്ച് അവരെ കൗൺസിൽ ചെയ്യാനും പറയാനും ഒക്കെ ചെയ്യാനായിട്ടുള്ള ഒരു സംഗതിയിലുണ്ട്. ഇതിന്റെ ഒരു സംഗതിയുണ്ട്, ഒരു ഈഗോഗ്രാം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് സാറ്, എനിക്ക് തോന്നുന്നു സാബു സാർ അതിന്റെ ക്ലാസ് ഒരുപാട് എടുത്തിട്ടുണ്ട്. ഈ ഈഗോഗ്രാം എന്ന് പറയുന്നത് തന്നെ ഈ ഫങ്ഷണൽ ഈഗോ സ്റ്റേറ്റ്സുകൾ, അതായത് ക്രിട്ടിക്കൽ പാരന്റ്, നർച്ചറിങ് പാരന്റ്, അഡൾട്ട്, അഡാപ്റ്റഡ് ചൈൽഡ്, ഫ്രീ ചൈൽഡ്, ഇങ്ങനെയുള്ള ആ ഒരു ഇതിന്റെ ഒരു ഹിസ്റ്റോഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു ബാർ ഡയഗ്രാം ആണ് ഇതിന് ഈ ഈഗോഗ്രാം എന്ന് പറയുന്നത്. ആ ഈഗോഗ്രാമിൽ ഓരോരുത്തരും ഏതിൽ നിൽക്കുന്നു, ഫങ്ഷണലായിട്ട് ഏതിൽ നിൽക്കുന്നു എന്നുള്ളതാണ് അതിൽ കാണിക്കുന്നത്. അപ്പോ നമ്മൾ ഈ ഈഗോഗ്രാം സാധാരണ ഈ തെറാപ്പികളിലൊക്കെ ചെയ്യുന്ന ഒരു സംഗതിയാണ്. ഒരു ആളോട് അദ്ദേഹത്തെ ഈഗോഗ്രാം വരയ്ക്കുന്നത് പഠിപ്പിച്ചു കൊടുക്കും. എന്നിട്ട് ആ ഈഗോഗ്രാം നോക്കിയിട്ട് അയാൾ ഇപ്പൊ എവിടെയാന്ന് മനസ്സിലാക്കും. കുറെ കഴിഞ്ഞ് ഡിസ്കഷൻ ഒക്കെ കഴിഞ്ഞ് വീണ്ടും അയാളെ കൊണ്ട് ആ ഈഗോഗ്രാം വരപ്പിക്കും. അപ്പോൾ അയാൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വന്നു, അയാളുടെ ചിന്തിക്കുന്നത് എവിടെ നിന്ന്, എങ്ങനെ അയാൾ എനർജി ഫ്ലോ ചെയ്യുന്നത്, ഇതൊക്കെ പഠിക്കാനായിട്ട് പറ്റും. അപ്പൊ അതില് സെപ്പറേറ്റ് ക്ലാസ്സുകൾ നടന്നിട്ട് നിങ്ങൾക്ക് ഇതിന്റെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ വീഡിയോ ഒക്കെ കാണാൻ പറ്റും. അപ്പൊ അതാണ് ഇത് വരുന്നത്. അപ്പൊ ഇവിടെ നടക്കുന്നത് ചിലപ്പോൾ ക്രിട്ടിക്കൽ പാരന്റ് ആയിട്ടുള്ള ആളായിരിക്കും. അവന് കൗൺസിലിംഗ് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അവനോട് വീണ്ടും വരയ്ക്കാൻ പറയും. ആ ക്രിട്ടിക്കൽ പാരന്റ് മാറി അവൻ കുറച്ചുകൂടി അതിൽ ഫ്രീ ചൈൽഡോ ഒക്കെ ഇൻക്രീസ് ചെയ്യുക, അല്ലെങ്കിൽ നർച്ചറിങ് പാരന്റ് ഇൻക്രീസ് ചെയ്യുക, അഡൾട്ട് ഇൻക്രീസ് ചെയ്യും. അങ്ങനെ ഒന്ന് കുറയുമ്പോൾ ഒന്ന് കൂടും. അതായിരിക്കും ആ കോൺസെപ്റ്റ്. അപ്പൊ അത് വളരെ ഇത് ഉപയോഗിക്കാവുന്ന ഒരു സാധനമാണ് ഈഗോഗ്രാം. അപ്പൊ അവിടെ എനർജി ഫ്ലോ തന്നെയാണ് നമ്മൾ കാണുന്ന ഓരോ എനർജി കൗൺസിലിംഗ് കഴിഞ്ഞിട്ട് എനർജി ഫ്ലോ ആണ് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അത് ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. ഇത്രയേ ഞാനിപ്പോൾ ഒന്ന് പറയുന്നുള്ളൂ. കാരണം എനിക്ക് ചെറിയൊരു ജാബു സാറിന് അറിയാം അത്. ഞാൻ ഇന്ന് വേറൊരു വളരെ വലിയൊരു സിറ്റുവേഷനിൽ നിന്നിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. കാരണം ഞാൻ പ്രോമിസ് സാറിന് കൊടുത്തു ഞാൻ ഈ ശനിയാഴ്ച എടുക്കാവുന്നത്. അപ്പോൾ അത് ഇതാണ്. അപ്പോൾ ഇനി ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ആണ്. താങ്ക് യു വെരി മച്ച് ഫോർ ഹിയറിംഗ് മീ പേഷ്യൻ്റ്ലി.
താങ്ക് യു വൺസ് അഗെയിൻ. താങ്ക് യു സർ. വളരെ കൃത്യമായിട്ട് എന്താണ് നമ്മുടെ മനസ്സിലുള്ളതെന്ന്, അല്ലേ, നമ്മുടെ മനസ്സിലുള്ള എനർജിയുടെ ആ ഡിസ്പോസിഷൻ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. ഫ്രീ ഉണ്ട്, അതുപോലെ തന്നെ റിയൽ സെൽഫ് എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. നല്ല എക്സാമ്പിളുകളായിരുന്നു. നമ്മൾ മനസ്സിലത് ഓർത്തിരിക്കുക. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ഈഗോ സ്റ്റേറ്റ് എങ്ങനെയാണ് ആ പ്രോസസ്സിലേക്ക് എത്തുന്നത്. നമുക്കറിയാം തോട്ടുണ്ട്, അതുപോലെ തന്നെ ബിഹേവിയർ ഉണ്ട്, ഇമോഷൻ ഉണ്ട്. ഈ മൂന്നും ഈ എനർജി ട്രാൻസ്ഫർ എങ്ങനെയാണ് അതിലൂടെ നടക്കുന്നത്, അതിന്റെ റിസൾട്ട് എന്താണ് എന്നുള്ള എനർജിയുടെ ഡയമെൻഷൻ. ഇതുവരെ നമ്മൾ ഈഗോ സ്റ്റേറ്റിന്റെ ഡയമെൻഷനിലാണ് ചിന്തിച്ചതെങ്കിൽ ഇതിപ്പോൾ എനർജി ട്രാൻസ്ഫറിന്റെ ഡയമെൻഷനിലൂടെ അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയാണ്. അപ്പോൾ ഒരു ഫ്രീ എനർജി ഉണ്ട്, ബൗണ്ടഡും അൺബൗണ്ടഡും ഉണ്ട്. ഈ മൂന്ന് എനർജികളുടെയും ട്രാൻസ്ഫർ എങ്ങനെയാണ് നടക്കുന്നത്, എപ്പോഴാണ് റിയലായിട്ട് ഒരു ഈ സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ ഏതൊക്കെ രീതിയിലുള്ള എനർജി ട്രാൻസ്ഫർ ആണ് നടക്കുന്നത് എന്നൊക്കെ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായി. വീണ്ടും സാറിൻ്റെ ഫ്രീ ടൈമിൽ വീണ്ടും നമുക്ക് ഇതിൻ്റെ കണ്ടിന്യൂഷൻ, അതുപോലെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ ഡയഗ്നോസിസ് ഒക്കെ വരുമ്പോൾ വീണ്ടും ഇത് തന്നെ നമുക്ക് ഉപയോഗിക്കാം. ഇതാണ് യഥാർത്ഥത്തിൽ ട്രാൻസാക്ഷൻ അനാലിസിസിൻ്റെ ഒരു ഇന്നർ പാർട്ട് എന്ന് പറയാം. നമ്മൾ ഇതുവരെ ഈഗോ സ്റ്റേറ്റിൽ കൂടെ പോയെങ്കിൽ ഇനി നമ്മൾ എനർജി ലെവലിൽ കൂടെ എങ്ങനെയാണ് നമ്മുടെ ചേഞ്ച്, ഇപ്പോൾ സ്വല്പം കൂടെ ക്ലാരിറ്റി നമുക്കത് കിട്ടും. എവിടെയാണ് നമ്മുടെ എനർജി ബ്ലോക്കായി നിൽക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണത് പരിധിയിലധികം നമ്മുടെ എനർജി ഉപയോഗിക്കപ്പെടുന്നത് എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു പുതിയ റിസോഴ്സായിട്ട് നമുക്കിത് ഉപയോഗിക്കാം. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഇനി ഡിസ്കഷനാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റൈസ് ചെയ്യാം. ഞാൻ ആദ്യം